ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 6ാം ക്ലാസ് ലിസാനുൽ ഖുർആനിലെ പാദവാർഷിക പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് മുഅറബ്, മബനി, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത്. മുഅറബ് എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ മാറ്റം വരുന്നതിന്, മബനി ആകുമ്പോൾ അവസാനത്തിന് മാറ്റം വരില്ല. ഏതവസ്ഥയിലും ഒരേ രൂപത്തിലായിരിക്കും. ഈ മുകളിലെ പട്ടിക ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹാദ, ഇവിടെയും ഹാദുണ്ട്, ഇവിടെയും ഹാദുണ്ട്. 3 സ്ഥലങ്ങളിലും ഒരേ രൂപത്തിലാണ്. എന്നാൽ അൽ ബൈത്തു എന്നുള്ളത് 3 കോളത്തിലും നോക്കൂ. അതെ, ആദ്യത്തിന് ഒന്നാമത്തെ കോളത്തിൽ ബൈത്തു എന്ന എനിക്ക് ലൊമ്മാണ്, രണ്ടാമത്തെ കോളത്തിന് അൽ ബൈത്ത എന്നാണ്, മൂന്നാമത്തെ കോളം അൽ ബൈത്തി. അപ്പോൾ അതെന്താ വ്യത്യാസം വന്നില്ലോ. ഈ വ്യത്യാസം വരുന്നതിനേക്കാണ് മുഅറബ് എന്ന് പറയുന്നത്. വ്യത്യാസം വരാത്ത ഏത് അവസ്ഥയിലും ഒരേ രൂപത്തിലുള്ളതിനേക്കാണ് മബിനി എന്ന് പറയുന്നത്. ഈ ചുരുക്കി ഇങ്ങനെ എല്ലാവരും മനസ്സിലാക്കുക. ഇനി മുഅറബ് ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ അൽ ഇസ്മു അൽ ഫിഅലുൽ മുദാരി, രണ്ടെണ്ണമാണ് മുഅറബിൽ പെടുക. ഇസ്മിൻ്റെ ഉദാഹരണമാണ് കിതാബ്, ത്വാലിബ്, ബഖറത്ത്, ഷജറത്ത് എന്നൊക്കെ. ഇസ്മിൻ്റെ പേരുകൾ, ഈ പേരുകളൊക്കെ മുഅറബായിട്ടാണ് പെടുക. പിന്നെ മുദാരിയായ ഫിഅല് യദ്ഹബു, തക്തുബു, നജ്ലിസു, അഖ്റഉ എന്നൊക്കെ, ഇതൊക്കെയും മുദാരിയായ ഫിഅലുകളാണ്. ഇത് രണ്ടുമാണ് മുഅറബിൽ പെടുക. മബിനിയിൽ 5 കാര്യങ്ങളാണ് മബിനിയിൽ പെടുക. ഒന്ന് ലമീറുകൾ, രണ്ടാമത്തെ അദവാത്തുൽ ഇസ്തിഫ്ഹാം, ഇസ്തിഫാമിൻ്റെ അക്ഷരങ്ങൾ, അസ്മാഉൽ ഇഷാറത്ത്, ഇഷാറത്തിൻ്റെ ഇസ്മുകൾ, പിന്നെ അൽ ഹുറൂഫ്, ഹർഫുകൾ, പിന്നെ അൽ ഫിഅലുൽ മാദി, മാദിയായ ഫിഅൽ, അൽ ഫിഅലുൽ അംർ ഫിഅൽ. ഇതിൻ്റെ ലമീറുകൾക്ക് ഉദാഹരണമാണ് ഹുവ, ഹിയ, അൻത, നഹ്നു. ഇതൊക്കെ ഏത് അവസ്ഥയിലും ഒരേ രൂപത്തിലാണ് വരിക. പിന്നെ മൻ, ഹൽ, കൈഫ, ഐന, ഇതൊക്കെ ഇസ്തിഫഹാമിൻ്റെ അക്ഷരങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൊടുത്തതാണ്. ഇനി ഹാദ, ഹാദിഹി, ദാലിക, ദിൽക, ഇതൊക്കെയും അസ്മാഉൽ ഇഷാറത്ത്, ഇഷാറത്തിൻ്റെ ഇസ്മുകൾക്കുള്ള ഉദാഹരണമാണ്. അൽ ഹുറൂഫ്, ഫി, മിൻ, ലാ, ഇന്ന, ഇതൊക്കെയും ഹർഫുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഈ പറഞ്ഞ ഏത് കാര്യങ്ങളും, ഏത് അക്ഷരങ്ങളും, ഏത് ഹർഫുകളും ഒരേ രൂപത്തിലായിരിക്കും വരിക. അതായത് ഏത് അവസ്ഥയിലും ഒരേ രൂപത്തിലായിരിക്കും വരിക. ഈ പട്ടിക നോക്കി. മൂന്നാമത്തത് നുക്കമിൽ ഫറാഖ മാഫിൽ നുമൂദജിലെ, ഈ ഉദാഹരണത്തിന് ഈ കൊടുത്തതുപോലെ താഴെ കൊടുത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിക്കാനാണ്. തിൽക്ക എന്നുണ്ട്, മക്തബത്തുന്നുണ്ട്, ലൈബ്രറി. അപ്പോൾ തിൽക്കന്ന അത്, മക്തബത്തു ലൈബ്രറിയാണ്. വഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. തിൽക്ക അൽ മക്തബത്ത, ആ മക്തബയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദഹബത്തു, ഞാൻ പോയി. ഇലാ തിൽക്ക അൽ മക്തബത്തി, ആ മക്തബയിലേക്ക്, ലൈബ്രറിയിലേക്ക് ഞാൻ പോയി. അപ്പോൾ തിൽക്ക എന്ന് 3 സ്ഥലത്ത് വന്നപ്പോഴും ഒരേ രൂപത്തിലാണ് വന്നത്. തിൽക്ക, അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തിന് ഒരു മാറ്റം വന്നില്ല. എന്നാൽ ഒന്നാമത്തെ സ്ഥലത്ത് മക്തബത്തുൻ എന്നാണ് വന്നത്, രണ്ടാമത്തെ സ്ഥലത്ത് മക്തബത്തൻ എന്നാണ് വന്നത്, മൂന്നാമത്തെ സ്ഥലത്ത് അൽ മക്തബത്തി എന്നാണ് വന്നത്. ഈ മാറ്റങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നുഅരിബു, അറബിയിൽ എഴുതാനാണ്. അത് കഅബ എവിടെയാണ്, അതങ്ങനെ അറബിയിൽ എഴുതുക. ഐനൽ കഅബത്തു, ഇത് എൻ്റെ മദ്രസയാണ്. ഹാദിഹി മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. ഇത് രണ്ടും എല്ലാവരും ശ്രദ്ധിക്കണം, ചിലപ്പോൾ പരീക്ഷയ്ക്കുണ്ടാകും. ഇനി ഈ ജംഉ മുഫ്രദും നോക്കണം. അതായത് ബൈത്ത് എന്നത് മുഫ്രദാണ്, ഏകവചനമാണ്. അതിൻ്റെ ബഹുവചനമാണ് ബുയൂത്തുൻ എന്നുള്ളത്. സ്വലാത്തുൻ എന്നുള്ളത് നിസ്കാരം, അത് ഏകവചനമാണ്. അതിൻ്റെ ബഹുവചനമാണ് സ്വലവാത്തുൻ എന്നുള്ളത്. പിന്നെ അവസാനം ഇന്ന ഹാദിഹി തദ്കിറ ദാലിക കിതാബുൽ ലാ റൈബ ഫീഹി, ചിലപ്പോൾ ഇതുപോലെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഹർഫുകളെ അല്ലെങ്കിൽ മബിനിയെ വേർതിരിച്ച് എഴുതാണ്ടാകും, അല്ലെങ്കിൽ മുഅറബിനെ എഴുതാണ്ടാകും. അപ്പോൾ ഇത് ഇന്ന ഹാദിഹി തദ്കിറ എന്നതിൽ മബിനി ഏതൊക്കെയുള്ള, ഇന്ന എന്നുള്ളത് മബിനിയാണ്. നാം നേരത്തെ പഠിച്ചു. ഏത് ഇന്ന ഹർഫുകളുടെ കൂട്ടത്തിൽ ഇന്നയെ പഠിച്ചിട്ടുണ്ട്. ഹാദിഹി അത് ഇഷാറത്തിൻ്റെ ഇസ്മാണ്, അതും എന്താണ്, മബിനിയാണ്. തദ്കിറത്ത് എന്നുള്ളത് ഇസ്മാണ്, അത് മുഅറബാണ്. ഈ ദാലിക്കൽ കിതാബുൽ ലാ റൈബ ഫീഹി, ഇത് മബിനിയത, ദാലിക എന്നുള്ള മബിനിയാണ്. എന്തുകൊണ്ട്, അത് ഇഷാറത്തിൻ്റെ ഇസ്മാണ്. അൽ കിതാബ് എന്നുള്ളത് ഇസ്മായതുകൊണ്ടതും മുഅറബാണ്. ലാ എന്നുള്ള ഹർഫായതുകൊണ്ട് അത് മബിനിയാണ്. ഫീ എന്നുള്ളത് മബിനിയാണ്, ഹി എന്നുള്ളതും മബിനിയാണ്. ഈ താഴെയുള്ള അർത്ഥം എല്ലാവരും ശ്രദ്ധിക്കണം. തവജ്ജഹ യതവജ്ജഹു, അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചോദിക്കും. മുന്നിടുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഉളിഅ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ടു. ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മുസ്ബത്ത്, മംഫി, അതായത് മാദിയായ ഫിഅൽ എന്നുള്ള മുസ്ബത്തിനെയും മംഫിയെയും കുറിച്ചാണ് പഠിക്കാനുള്ളത്. മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണമാണ്, മംഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. അപ്പോൾ ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു, അതെന്താ, സ്ഥിരീകരിക്കുകയാണല്ലോ, ആ പ്രവർത്തനം ഉണ്ടായി എന്ന് അറിയിക്കാം. ഖറജ, മാ ഖറജ എന്നാലോ പുറപ്പെട്ടിട്ടില്ല എന്നായിരിക്കും, അപ്പോൾ അത് മംഫി ആയിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് എന്തോ മംഫി ആകുമ്പോൾ, മാദിയായ ഫിഅൽ മംഫി ആകുമ്പോൾ അതിന് മുൻപ് എന്തുണ്ടാവും, ഒരു നഫിയുടെ മാ ചേർത്ത് കൊടുക്കും. ഇനി ഹലറ, അത് മുസ്ബത്താണ്, ഹൈലറായി എന്നാണ്. അപ്പോൾ ഹൈലറായിട്ടില്ല, അതിന്
നെഫി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മീമ് ഒരു മാ എന്നുള്ളത് ആദ്യത്തിൽ കൊടുക്കുക. അപ്പോൾ മാ ഹലറായിട്ടില്ല. ഇതുപോലെ ഓരോന്നും എന്ത് ചെയ്യുക, ചെയ്ത് പരിശീലിക്കുക. ഈ രണ്ടാമത്തെ പ്രവർത്തനം ഉറപ്പായിട്ടും പൂരിപ്പിക്കാണ്ടും പരീക്ഷയ്ക്ക്. ഈ സർഫാക്കുന്ന രൂപം ഫഅല മാലി മുസ്ബത്തിൻ്റെ രൂപമാണിത്. രണ്ടാമത്തെ നീല ഞമ്മളത്തിൽ കൊടുത്ത് മാലി മംഫിയുടെ രൂപമാണ്. ഫഅല ഫഅലു ഫഅലത്ത് ഫഅൽന ഫഅൽത്തുമ ഫഅൽത്തും ഫഅൽത്തുമ ഫഅൽന. ഇതുപോലെ കതബ അല്ലേ ഉണ്ടാകും. ഇനി വേറെ ഏത് ഫേല് കിട്ടിയാലും ഇതുപോലെ സർഫാക്കി നോക്കുക. ഇനി അതിൻ്റെ മംഫിയുടെ രൂപമാണ് മാ ഫഅലു. ഇതെല്ലാവരും എന്ത് ചെയ്യുക, സർഫാക്കി പഠിക്കുക. അതിൽ ഗായിബുണ്ട്, ഹാലറുണ്ട്, മുത്തക്കല്ലിമുണ്ട്. ഇത് മൂന്നും വേറെ തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എല്ലാവരും. ഇനി അടുത്ത പേജിൽ പ്രധാന മുസ്ബത്തും മംഫിയായ ഫേല് നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനും ഉള്ള വേറൊരു പ്രാക്ടിക്കലായ രൂപമാണ്. അപ്പോൾ ഇതിൽ ഖറജ തുല്ലാബ്. അപ്പോൾ ഇത് ഈ ഖറജ എന്നുള്ള ഫേല് മംഫിയാണോ അതല്ലെങ്കിൽ മുസ്ബത്താണ്? ഇത് മുസ്ബത്താണ്. എന്തുകൊണ്ട്? മാ എന്നുള്ള ഹർഫില്ല. അപ്പോൾ ഇത് മുസ്ബത്താകുമ്പോൾ അത് നേരെ റൗണ്ട് ഇട്ട് കൊടുക്കുക. മംഫി ആകുമ്പോൾ സ്റ്റാറാണ് ഇട്ട് കൊടുക്കേണ്ടത്. മാ തറക്ക നൗഫൽ ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ മാ തറക്ക ഉപേക്ഷിച്ചിട്ടില്ല, മാ ഉണ്ട്. അപ്പോൾ എന്താ, മംഫിയാണ്. അപ്പോൾ അവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കുക. ഹലറ ജമിയത്തുല്ല, എല്ലാ വിദ്യാർത്ഥികളും ഹലറായി. അപ്പോൾ അത് മുസ്ബത്താണ്, അതുകൊണ്ട് അവിടെ റൗണ്ട് ഇട്ട് കൊടുക്കുക. മാ കഥബ, കളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മംഫിയാണ്, അതുകൊണ്ട് ഇവിടെ സ്റ്റാർ രേഖപ്പെടുത്തുക. അപ്പോൾ മുസ്ബത്തും മംഫിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മംഫി ആകുമ്പോൾ ആദ്യത്തിൽ എന്തുണ്ടാവും? മീം ഉണ്ടാവും. മാ നെഫിയുടെ മാ ഉണ്ടാകും. ഈ താഴെയുള്ള പ്രവർത്തനം റജാ ജമിഉ തലാമീദ്, അതിൻ്റെ മംഫിയാണ് മാ റജ എന്നുള്ളത്. റജ എന്നുള്ള മുസ്ബത്ത്, അതിൻ്റെ മംഫിയാണ് മാ റജ. ഖറജതി തുല്ലാബു ഖറജത്തി. അപ്പോൾ ഖറജത്തി എന്നാണ്, അത് മുസ്ബത്താണ്. അതിൻ്റെ മംഫി എങ്ങനെയായിരിക്കും? മാ ഖറജത്തി ത്വാലിബത്തു എന്നൊക്കെ. ഇനി അൽ വാലിദാനി അകല അൽ മൗസ, മാതാപിതാക്കൾ പഴം തിന്നുന്നു. അകല, അപ്പോൾ തിന്നുന്നു, അവർ രണ്ടുപേരും തിന്നു. ഇനി തിന്നിട്ടില്ല, മംഫി എങ്ങനെ ഇതിൻ്റെ? മാ അകല എന്നായിരിക്കും. മാ അകല. അൽ ബനാത്തു ജലസ്ന അൽ മഖഅദി, ജലസ്ന അവർ ഇരുന്നു എന്ന്. അപ്പോൾ ഇരുന്നിട്ടില്ല എന്നതാണ് അതിന് മംഫി. എങ്ങനെ മംഫി എഴുതുക? മാ ജലസ്ന എന്നായിരിക്കും. അപ്പോൾ മാ എന്ന് ആദ്യത്തിൽ എഴുതി കൊടുക്കുക. ഇനി പ്രവർത്തനം എല്ലാവരും ശ്രദ്ധിക്കുക. അൽ മുജ്തഹിദൂന മാ ഡാഷ് ഫിൽ ഇംതിഹാൻ. റസബൂനുണ്ട്, റസബിനുണ്ട്. റസബൂന അവർ പരാജയപ്പെട്ടു, റസബിന അവർ പരാജയപ്പെട്ടു എന്നതിനെ. പക്ഷേ ഈ റസബു എന്നുള്ള ആണിനെ സംബന്ധിച്ചാണ് പറയുക, റസബിന നമ്മൾ പെണ്ണിനെ സംബന്ധിച്ചാണ് പറയുക. രണ്ടും അവർ പരാജയപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ കുറേ ആളുകളുണ്ട്. അപ്പോൾ അവൻ മുജ്തഹിദൂന പരിശ്രമിച്ചവർ, പരിശ്രമശാലികൾ. മാ റസബു എന്നാണ് വേണ്ടത് കേട്ടോ. അവർ പരാജയപ്പെടൂല ഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ പരാജയപ്പെടൂല എന്ന്. ഇനി മാ ഡാഷ് ഫാത്തിമത്തു ഷായാംസി. അപ്പോൾ ഷരീബ എന്ന ഷരീബത്ത് എന്നാണ് വേണ്ടത്. ഫാത്തിമ എന്നുള്ളത് മുഅന്നത്താണ്, പെണ്ണായതുകൊണ്ട് ഷരീബത്ത് എന്നാണ് വേണ്ടത്. അപ്പോൾ മാ ഷരീബത്ത് ഫാത്തിമത്തു എന്നാണ് വേണ്ടത്. ഇനി മാ ഡാഷ് അത്വാലിബു വഖ്ത ദർസി. അപ്പോൾ ത്വാലിബ് എന്നുള്ളത് ആണ്, വിദ്യാർത്ഥി എന്നാണ്. പെണ്ണാണെങ്കിൽ ത്വാലിബത്തു എന്നാണ് വേണ്ടത്. അപ്പോൾ ത്വാലിബ് എന്ന് പറയുമ്പോൾ ലഇബ എന്നാണ് വേണ്ടത്. ഒരാളാണല്ലോ, ഒരു വിദ്യാർത്ഥി, അതുകൊണ്ട് ലഇബ എന്ന. മാ ലഇബ ത്വാലിബ്, വിദ്യാർത്ഥി കളിച്ചിട്ടില്ല. അപ്പോൾ ലഇബു എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ടാവും. പക്ഷെ ഇവിടെ ത്വാലിബ് ഒരു ആളായതുകൊണ്ട് മാ ലഇബ എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ചിലപ്പോൾ ഉദാഹരണങ്ങൾ കൊടുക്കും. അതിൽ നിന്ന് മാലി മുസ്ബത്തായ ഫീലിനെയും അതുപോലെ മാലി മംഫിയായ ഫീലിനെയും വേർതിരിച്ച് എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ റൗണ്ട് ഇടാനുണ്ടാവും. അതെന്ത് ചെയ്യും? ഖലഖൽ ഇൻസാന, ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ഫീൽ മുസ്ബത്താണ്. അവിടെ നെഫിയുടെ മാ ഇല്ലല്ലോ. ഇമാവല്ല, അത് മംഫിയാണ്. അപ്പോൾ മാ ഉണ്ടായതുകൊണ്ട് മാ ഖതലൂഹു, അത് നെഫിയെ മംഫിയായ ഫീലാണ്. അതിന് മുമ്പ് നെഫിയുടെ മാ ഉണ്ട്. ബൽ റഫഅഹു അല്ലാഹു, അപ്പോൾ റഫ എന്നുള്ളത് മുസ്ബത്താണ്. എന്തുകൊണ്ട്? മുമ്പ് നെഫിയുടെ മാ ഇല്ലാത്തത് കൊണ്ട്. ഇനി അവസാനം കൊടുത്ത ഈ അറബി അതിൻ്റെ അർത്ഥവും എല്ലാവരും പഠിക്കണം. ചിലപ്പോൾ ചോദിക്കും. ഹളറ എന്ന് പറഞ്ഞാൽ ഹാജറായി, അൽ വാജിബാത്തുൽ മൻസില ഹോംവർക്ക്, കുമ്മാന പാനി. ഈ 3 വാക്കുകൾ എല്ലാവരും പഠിക്കുക. മൂന്നാമത്തെ പാഠം. ഈ പാഠത്തിൽ രണ്ടാമത്തെ പാഠത്തിൽ പറഞ്ഞതിൻ്റെ മറ്റൊരു രൂപമാണ്. രണ്ടാമത്തെ പാഠത്തിൽ മാലി മുസ്ബത്ത് മംഫിയും ആണ് പറഞ്ഞതെങ്കിൽ മൂന്നാമത്തെ പാഠത്തിൽ മുലാരി ആഫീലിൻ്റെ മുസ്ബത്തായതും അതുപോലെ മംഫിയായ രൂപവുമാണ്. മാലി ആഫീലിനെ മുസ്ബത്തായ ഫീലിനെ മംഫി ആക്കണമെങ്കിൽ ആദ്യത്തിൽ മീമിനെയാണ് കൊടുക്കുക, നെഫിയുടെ മീമിനെ. എന്നാൽ മുലാരിയായ മുസ്ബത്തായ ഫീലിനെ മംഫി ആക്കണമെങ്കിൽ ആദ്യം നെഫിയുടെ ലാമിനെയാണ് കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സൊറഫാക്കുന്ന രൂപം എല്ലാവരും പഠിക്കണം. ഇത് പൂരിപ്പിക്കാനുണ്ടാകും. യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അലന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലിന തഫ്അലാനി തഫ്അലന, അഫ്അലു അഫ്അലു. അതിൻ്റെ മംഫിയായ രൂപമാണ് ലാ യഫ്അലു ലാ യഫ്അലാനി എന്നുള്ളത്. ഈ രൂപം എല്ലാവരും നന്നായി പഠിക്കണം. ഇത് ഉറപ്പായിട്ടും
ചോദിക്കുന്നതാണ്. ഈ ഭാഗം ഈ രണ്ടെണ്ണം എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന്, മുസ്ബത്ത് മംഫിയായ ഫീലിനെ മുദാരി മംഫിയായ ഫീലിനെ മുസ്ബത്താക്കാനാണ്. അതെന്ത് ചെയ്താൽ മതി? ഈ ലാ ഒഴിവാക്കിയാൽ മതി. അപ്പോൾ മുസ്ബത്താവും. മംഫിയാക്കണമെങ്കിൽ ലാ കൊടുത്താൽ മതി. ഫീലിന് മുൻപ് മുദാരിയായ ഫീലിന് മുമ്പ് ലാമ് കൊടുത്താൽ മതി. അപ്പോൾ അൽ ഗനമു, ആട് ലാ യഅ്കുലു ഉഷ്ബ, പുല്ല് തിന്നില്ല. ഇനി തിന്നും എന്നങ്ങനെ പറയല്? അൽ ഗനമു യഅ്കുലു ഉഷ്ബ, ലാ ഇല്ലാതെ പറയാം. രണ്ട്, അൽ ഫല്ലാഹു ലാ യഹ്റുത്തുൽ അർദ, കർഷകൻ നിലം ഉഴുതു മറിക്കില്ല. അപ്പോൾ മുസ്ബത്താക്കണമെങ്കിൽ ലാ ഒഴിവാക്കിക്കൊണ്ട് എഴുതിയാൽ മതി. അൽ ഫല്ലാഹു യഹ്റുസുൽ അർദ എന്ന് എഴുതിയാൽ മതി. ഇനി ഇവിടെ താഴെയുള്ളത് മംഫിയാക്കാനാണ്. മുസ്ബത്തുണ്ട്. യസ്ബഹുൽ ഔലാദു ഫിൽ ബിർക്കത്തി, കുളത്തിൽ കുട്ടികൾ എന്തോ നീന്തുന്നു. കുളത്തിൽ കുട്ടികൾ നീന്തുന്നു. നീന്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ലാ എന്ന് കൊടുത്താൽ, അപ്പോൾ ലാ യസ്ബഹു എന്ന് ചേർത്തി കൊടുത്താൽ മതി. പിന്നെ ത്വാലിബാനി ഇൽ അബാനി, വിദ്യാർത്ഥികൾ, രണ്ട് വിദ്യാർത്ഥികൾ ഇൽ അബാനി കളിക്കുന്നു. അപ്പോൾ കളിക്കുന്നില്ല എന്ന് പറയാൻ ലാ എന്ന് ഫിയലിന് മുൻപ് കൊടുത്താൽ മതി. മുദാരി ആയ ഫിയലിന് മുമ്പ് ലാമ് കൊടുത്താൽ മംഫിയാകും. മാദി ആയ ഫിയലിന് മുൻപ് മീമ കൊടുത്താലും മംഫിയാകും. ഇനി അടുത്തത് ശ്രദ്ധിക്കുക. അൽ മുസ്ലിമു ഡാഷ് കുല്ല ഹീനിൻ, മുസ്ലിമു യസ്തുഖു കുല്ല ഹീൻ, എല്ലാ സമയത്തും സത്യം പറയുന്നു. അൽ മുസ്ലിമത്താനി ഡാഷ് ഇലൽ മസ്ജിദ്, രണ്ട് മുസ്ലിം സ്ത്രീകൾ. തദ്ഹബാനി ലാ തദ്ഹബാനി, അതുകൊണ്ട് ലാ തദ്ഹബാനി, രണ്ടുപേരും പോകൂല. ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോകില്ല. അൽ മുസ്ലിമൂന ഡാഷ് അസ്വാലിഹാത്ത്, മുസ്ലിമീങ്ങൾ യമലൂന സ്വാലിഹാത്ത്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ലാ യമലൂന കൊടുക്കാൻ പറ്റില്ല, അർത്ഥം തെറ്റും. അവർ ചെയ്യില്ല എന്നാണ് വേണ്ടത്. അപ്പോൾ യമലൂന അസ്വാലിഹാത്ത്. ഇനി യഷ്കുറു ലാ യഹ്മലൊക്കെ എന്ത് ചെയ്യുക? സർഫാക്കുക. മുമ്പ് പറഞ്ഞ പോലെ യഷ്കുറു യഷ്കുറാനി യഷ്കുറൂന എന്നൊക്കെ പറഞ്ഞിട്ട് സർഫാക്കുക. പിന്നെ ലാ കൊടുത്ത് കഴിയുമ്പോൾ ലാ യഷ്കുറു ലാ യഷ്കുറാനി ലാ യഷ്കുറൂന, ലാ തഷ്കുറു ലാ തഷ്കുറാനി ലാ യഷ്കുറുന എന്നൊക്കെ സർഫാക്കിക്കൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക. ഈ താഴെ കൊടുത്ത ഈ ആയത്തുകൾ ശ്രദ്ധിക്കുക. ഇത് ചിലപ്പോൾ ഇതിൽ നിന്ന് മുഅറബിനെയും അതുപോലെ അല്ല മുസ്ബത്തിനെയും മംഫിയെയും വേർതിരിച്ച് എഴുതാനുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ലാ അഅ്ബുദു, ഇത് മംഫിയാണ്, എന്തുകൊണ്ട് ലാമുണ്ട്. ഞാൻ റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അപ്പോൾ റഅയ്തല്ലദീ യുകദ്ദിബു എന്നുള്ളതാണ് മുസ്ബത്താണ്, എന്തുകൊണ്ട് ലാമില്ല, അതുകൊണ്ട് തന്നെ. ഫദായികല്ലദീ യദ്ഉൽ യതീം, യദ്ഉ എന്നുള്ളത് മുസ്ബത്താണ്, എന്തുകൊണ്ട് ലാമില്ലാത്തതുകൊണ്ട്. വലാ യഹ്ദു എന്നുള്ളത് മംഫിയാണ്, ലാമുണ്ടായതുകൊണ്ട് മംഫിയാണ്. ഈ അവസാനത്തെ ഈ മുഅ്ജം എല്ലാവരും ശ്രദ്ധിക്കുക. ഖദ യഖ്ദു എന്ന വഞ്ചിച്ചു എന്ന, ഖദല യഖ്ദു എന്ന കൈ വെടിഞ്ഞു, ഹഖറ യഹ്ഖറു നിന്ദിച്ചു. ഈ അർത്ഥങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. നാലാമത്തെ പാഠത്തിൽ നിന്ന് ഇത് പറയുന്നത് ജാറ് മജ്റൂർ എന്ന ജറിൻ്റെ അക്ഷരങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. മിൻ, ഇല, ഫി, അല, അൻ, ബി, ക, അല്ല. ഇവളൊക്കെ ജറിൻ്റെ ഹർഫുകൾ എന്നാണ് പറയുക. ഇത് ഇസ്മിന് മുൻപാണ് വരിക. അത് വന്നാൽ ഇസ്മിനിക്ക് ജറ് ചെയ്യും, അതായത് കെസറായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഈ കള്ളിലുള്ള ഈ കോളത്തിലുള്ള ഇതൊക്കെ നമുക്ക് നോക്കാം. അല്ല മുസ്ലില ഉദാഹരണങ്ങളുണ്ട്. ഈ ജുംലകളെല്ലാം നമുക്ക് ശ്രദ്ധിച്ച് നോക്കണം. കതബ ദാരിസു ബിൽ ഖലം, വിദ്യാർത്ഥി പേന കൊണ്ട് എഴുതി. അപ്പോൾ ബിൽ ഖലം എന്നാണ് ഇത് ബാ ജറിൻ്റെ ഹർഫാണ്. അത് ഖലം എന്ന ഇസ്മിനോട് ചേർന്ന് വന്നപ്പോൾ ഖലമി എന്നാണ്, മീമിന് കെസർ കൊടുത്തു, അതായത് ജറ് കൊടുത്തു. ഇതുപോലെ അപ്പോൾ ബാ ജാറ് മജ്റൂർ ഖലമ് എന്നുള്ളത്. രണ്ടാമത്തിൽ എന്തായിരിക്കും? അനി തിൽമീദി, അൻ എന്നുള്ള ജറിൻ്റെ ഹർഫാണ്. അപ്പോൾ ജാറ് എന്ന കുളത്തിൽ എഴുതാം. തിൽമീദി എന്നത് മജ്റൂറാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നത് ലാം, ലില്ലാഹി എന്നുള്ളത്. അപ്പോൾ ലാമ് ജറിൻ്റെ ഹർഫാണ്, അള്ളാഹ് എന്നുള്ളത് മജ്റൂർ. അപ്പോൾ ലാം ഇവിടെ ഇതുപോലെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. അൽ മാലു കല്ലില്ലി, അപ്പോൾ കല്ലില്ലി എന്നുള്ളത് കാഫാണ് ജറിൻ്റെ ഹർഫ്, ജാറ്. ലില്ലി എന്നുള്ളത് മജ്റൂർ. ഇതുപോലെ അപ്പുറത്തെ പേജും ശ്രദ്ധിക്കുക. ഇതിൽ ബ്രാക്കറ്റിൽ ജറിൻ്റെ ഹർഫുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ഒരുപോലെ, അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് എഴുതി കൊടുക്കുക. അൽ മുഅ്മിനു യുഅ്മിനു ഡാഷ് അല്ലാഹി വൽ യൗമിൽ ആഖിർ, അപ്പോൾ ബി എന്നാണ് വേണ്ടത്. അൽ മുഅ്മിനു യുഅ്മിനു, വിശ്വാസം യുഅ്മിനു വിശ്വസിക്കും, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കും, ബി എന്നാണ് വേണ്ടത് അവിടെ. അൽ മുഅ്മിനു യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു നഫ്സിഹി, അൽ മുഅ്മിനു വിശ്വാസിനെ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടും, ലി അഖീഹി എന്നാണ്, ലാമാണ് വേണ്ടത് കേട്ടോ. ലി അഖീഹി അവൻ്റെ സഹോദരനക്ക്, മാ യുഹിബ്ബു നഫ്സിഹി അവൻക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം. അബ്അദുൽ ബിലാദി ഇലല്ലാഹിന, ഇലാന്നാണ് പറഞ്ഞത്. അബ്അദുൽ ബിലാദി സ്ഥലങ്ങളെ വെച്ച്, നാടുകളെ വെച്ച് ഏറ്റവും അള്ളാഹ്ക്ക് ദേഷ്യമുള്ളത് അസ്വഖുഹ, എന്താണ്? അങ്ങാടികളാണ്. അപ്പോൾ ഇലല്ലാഹി എന്നാണ് ഇവിടെ വേണ്ടത്. അൽ മുസ്ലിമു യുസല്ലിമു അലൽ മുസ്ലിം, അല എന്നാണ് ഇവിടെ വേണ്ടത്.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി. ഇപ്പം മിൻ എന്നുള്ള ജറിൻ്റെ ഹർഫാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കും. ഇതിനെ ഈ 5 നിന്ന് 1-2 ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക. ഈ 3 നന്നായി പഠിക്കുക. ഞാൻ മദ്രസയിലേക്ക് പോയി എന്നാണ്. ഞാൻ പോയി എന്ത് ദഹബത്തു എന്നാണ്. ദഹബത്തു ഇലൽ മദ്രസത്തി. അപ്പോൾ ഇലൽ മദ്രസത്തി, ഇല ജറിൻ്റെ ഹർഫാണ്. അപ്പോൾ ഇലൽ മദ്രസത്തി. ഞാൻ പേന കൊണ്ട് എഴുതുന്നു. അപ്പോൾ ഞാൻ എഴുതുന്നു. കതബത്തു, ഞാൻ എഴുതുന്നു. ബിൽ ഖലമി, ഖലമി എന്ന് പറഞ്ഞാൽ പേന കൊണ്ട്. അപ്പോൾ ഞാൻ പേന കൊണ്ട് എഴുതുന്നു. എൻ്റെ പുസ്തകം ബാഗിലാണ്. എൻ്റെ പുസ്തകം കിതാബി, എൻ്റെ പുസ്തകം ബാഗിൽ എന്നാണ്. ഫിൽ ഹഖീബത്തി, ബാഗിലാണ്. ഈ താഴെയുള്ള ജംഅ് മുഫ്രദ്, അതും എല്ലാവരും ശ്രദ്ധിക്കണം. മുഫ്രദ് കൊടുത്ത് ജംഅ് എഴുതാണ്ടാവും, അല്ലെങ്കിൽ ജംഅ് കൊടുത്ത് മുഫ്രദ് എഴുതാണ്ടാവും. അപ്പോൾ ഈ 4 എല്ലാവരും പഠിക്കുക. ബലദുൻ എന്ന മുഫ്രദിൻ്റെ ജംഅാണ് ബിലാദ് എന്നത്. മസ്ജിദിൻ്റെ ജംഅാണ് മസാജിദ്. നഖദുൻ എന്നതിൻ്റെ ജംഅാണ് നുഖൂദ്. സൂഖുൻ എന്നതിൻ്റെ ജംഅാണ് അസ്വാഖ് എന്നുള്ളത്. ഇനി അപ്പുറത്ത് ഇതിൽ നിന്ന്, ഈ ആയത്തുകളിൽ നിന്ന് ജാറ് മജ്റൂറിനെ വേർതിരിച്ച് എഴുതണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഇതിൽ ജാറ് ഏതാണ്, മജ്റൂർ ഏതാണ്? ബി റബ്ബി, ബി എന്നുള്ളതാണ് ജാറ്, റബ്ബി എന്നുള്ളതാണ് മജ്റൂർ. മിൻ ശർരി മാ ഖലഖ്, മിൻ എന്നുള്ളതാണ് ജാറ്, ശർരി എന്നുള്ളതാണ് മജ്റൂർ. ഇന്നൽ അബ്റാറ ലഫീ നഈം, ലഫി, ഫി എന്നുള്ളതാണ് ജാറ്, നഈം എന്നുള്ളതാണ് മജ്റൂർ. അലൽ അറായികി, അല എന്നുള്ളതാണ് ജാറ്, അറായികി മജ്റൂർ. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, കഅസ്ഫിൻ എന്നുള്ള കാഫാണ് ജാറ്, അസ്ഫിൻ എന്നുള്ളത് മജ്റൂർ. ഈ താഴെ കൊടുത്ത വാക്ക് അർത്ഥങ്ങളെല്ലാം നന്നായി പഠിക്കുക. മൽഫൂഫ് എന്ന് പറഞ്ഞാൽ കാബേജ് എന്ന. കുൽഖാഫ് എന്ന് പറഞ്ഞാൽ ചെമ്പ്, കുൽഖാസ് എന്ന് പറഞ്ഞാൽ ചെമ്പാണ്. നഖദ് പറഞ്ഞാൽ നാണയം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. എല്ലാവരും നന്നായി പഠിക്കുക.